ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മ്യൂറൽ പെയിന്റിങ്ങിന് വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്ന മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് മീനാക്ഷി. അങ്ങനെ മീനാക്ഷി അകത്തേക്ക് കയറിയതിനു ശേഷം അവിടെയുള്ള ഉപകരണങ്ങളുടെ എല്ലാം ചിത്രം തൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. അതേസമയം സാവിത്രി അങ്ങോട്ടേക്ക് വരുന്നു. സാവിത്രിയെ കണ്ടയുടൻ തന്നെ തൻ്റെ ഫോൺ മറച്ചു പിടിക്കുകയാണ് മീനാക്ഷി. നീ ഇതിൻ്റെ അകത്ത് എന്തെടുക്കുകയായിരുന്നെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അത് പിന്നെ ഇവിടെ നിന്നെന്തോ ഒരു അനക്കം കേട്ടു, എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ്, ഇത്രയും നാളും ഞാൻ നിന്റെ അടുത്തെ ശാന്തസ്വരൂപിണിയായ ഒരമ്മായിയമ്മയായിരുന്നു. നീയായിട്ട് എൻ്റെ വിധം മാറ്റാൻ നിൽക്കണ്ട. ഇവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാനറിയാതെ നീ നന്ദിനിക്കോ മറ്റോ എത്തിച്ചു കൊടുത്താലേ നീ എൻ്റെ മറ്റൊരു രൂപമായിരിക്കും കാണാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് പുറത്തിറങ്ങാൻ പറയുകയാണ് സാവിത്രി. അങ്ങനെ മീനാക്ഷി പുറത്തിറങ്ങിയ ഉടൻ തന്നെ ആ മുറി പുറത്തുനിന്ന് താഴും താക്കോലും ഇട്ട് പൂട്ടുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് സാവിത്രി പോയതിനു ശേഷം മീനാക്ഷി തൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിക്കുകയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും നിനക്കറിയാമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ആരെയും അറിയില്ലെന്നും വേണമെങ്കിൽ കണ്ടുപിടിക്കാമെന്നും കൂട്ടുകാരി പറയുന്നു. ഞാൻ നിനക്ക് കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നീ അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചതിന് ശേഷം അവരോട് ഇത് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഇത് കേൾക്കുന്ന കൂട്ടുകാരി സമ്മതം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ കൂട്ടുകാരിയാണ്. മീനാക്ഷിയുടെ കൂട്ടുകാരി പ്രതിമയുണ്ടാക്കുന്നവരെ തേടി നടക്കുമ്പോൾ എത്തിപ്പെടുന്നത് മൈഥിലിയും വൈശാഖുമുള്ള സ്ഥലത്താണ്. അങ്ങനെ അവരവിടുത്തെ അമ്മയെ കാണുകയും ഈ ചിത്രങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യുമ്പോൾ അവർ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. പ്രതിഫലം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 25,000 രൂപയെന്ന് അവർ പറയുന്നു. അങ്ങനെ അഡ്വാൻസ് തുക കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ അവിടെ നിന്നിറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കുഞ്ഞ് കരയുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കാർത്തി. ഈ മീനാക്ഷി ഇത് എവിടെ പോയി കിടക്കുകയായെന്നൊക്കെ കാർത്തി ദേഷ്യത്തോടെ പറയുമ്പോൾ മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നു. കുഞ്ഞിൻ്റെ കാര്യം നോക്കാതെ നീ എവിടെയായി നടക്കുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ, എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെയുണ്ട്. ഇത് കേൾക്കുന്ന കാർത്തി ഒന്നും മിണ്ടാതെ പോകാനൊരുങ്ങുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അല്ല, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ നിന്നെ ഏൽപ്പിക്കാം, എന്താ അത് മതിയോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ ഈ താലികെട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് തന്നെയാ. പക്ഷേ നിങ്ങൾക്കും ഈ കുഞ്ഞിനോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇത് കേൾക്കുന്ന കാർത്തി ചോദിക്കുകയാണ്, എന്താ മീനാക്ഷി, ഇപ്പോൾ എന്തു പറ്റി? കുഞ്ഞിൻ്റെ എന്ത് കാര്യമാ ഞാൻ നോക്കാത്തത്? അതെ, കുഞ്ഞിന് വാക്സിൻ എടുക്കണമായിരുന്നു. ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ്, എന്നാ ഒരു കാര്യം ചെയ്, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്, നമുക്ക് ഒരുമിച്ച് തന്നെ വാക്സിൻ എടുക്കാൻ പോകാം. അങ്ങനെ മീനാക്ഷി ചെന്ന് ഒരുങ്ങി വരികയാണ്. അതേസമയം സാവിത്രി മീനാക്ഷിയെ കാണുകയാണ്. മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സാവിത്രി ചോദിക്കുകയാണ്, അല്ല, ഈ പുട്ടിയൊക്കെ അടിച്ച് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. ഞാനും ACPയും കൂടിയേ ഒന്ന് കറങ്ങാൻ പോവുകയാ. നിന്റെ ACPയോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ, എൻ്റെ ACP, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഡിയറല്ലേ ACP എന്ന് മീനാക്ഷി പറയുമ്പോൾ ACP എൻ്റെ അടുത്ത് വന്ന് പറയുകയാ, മീനൂട്ടി, എടാ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന്. ACPക്ക് എന്നെ ഇപ്പോൾ വലിയ ഇഷ്ടമാമായി. എൻ്റെ അടുത്ത് പറയുകയാ ഒരു ആട്ടുതൊട്ടിൽ വാങ്ങാമെന്ന്, എന്നെ ഇരുത്തി ആട്ടാനേ. ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ്, മരത്തടി പോലെയുള്ള അവൻ്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമോ? എൻ്റെ അമ്മായി എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പറയുമ്പോൾ സാവിത്രി മീനാക്ഷിയുടെ തലയെ തൊട്ട് മനസ്സിൽ പറയുകയാണ്, പോകുന്ന വഴിക്ക് ഇവള് പണ്ടാരമടങ്ങി പോകണേ, ഞാനൊരു പൂജ തന്നെ ചെയ്തേക്കാം. അങ്ങനെ സാവിത്രി അവിടെ നിന്ന് പോകുമ്പോൾ മീനാക്ഷി പറയുകയാണ്, കാട്ടുകുരങ്ങനെയല്ലേ ഇവര് മരംചാട്ടം പഠിപ്പിക്കാൻ നിൽക്കുന്നത്? ഇത്രയും പറഞ്ഞ് സാവിത്രിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയും വൈശാഖിനെയുമാണ്. ആ സ്ത്രീ പുറത്തുപോയി ലഡ്ഡു വാങ്ങിക്കൊണ്ട് വരികയാണ്. തുടർന്ന് ലഡ്ഡു മൈഥിലിക്ക് കൊടുത്തതിന് ശേഷം പറയുകയാണ്, മോളെ, മഹാലക്ഷ്മിയാണ്. മോള് വലതുകാലം വെച്ച് കയറിയപ്പോൾ തന്നെ ഈ വീടിന് ഐശ്വര്യമാ ഉണ്ടായത്. ഇന്നേ വരെ കിട്ടാത്തൊരു ഓർഡറാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നേ വരെ ഇത്രയും തുക എനിക്കാരും അഡ്വാൻസായി പോലും തന്നിട്ടുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്ത് കാണിക്കുകയാണ് അവര്. പൈസ കാണുന്ന മീനാക്ഷിക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും വൈശാഖ് ആ പൈസയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വന്നതോടെ എൻ്റെ മനസ്സിൻ്റെ സങ്കടമെല്ലാം പാതിയോളം കുറഞ്ഞു, എനിക്കിപ്പോൾ സമാധാനവുമുണ്ട്. തുടർന്ന് ആ പണം വൈശാഖിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ കുറേ ദിവസമായില്ലേ ഇങ്ങനെ ഇവിടെ തന്നെ ചുരുണ്ട് കൂടാൻ തുടങ്ങിയിട്ട്, കാര്യം ചെയ്, നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വാ. ഈ സമയം വൈശാഖിൻ്റെ ഫോണിലേക്ക് മാലതി വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു കൂട്ടുകാരനാണെന്ന് വൈശാഖ് പറയുന്നു. വൈശാഖ് കോൾ എടുക്കുമ്പോൾ മാലതി പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കൂടപ്പിറപ്പായി പോയില്ലേ,
പൈസ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, എവിടെ കൊണ്ടുവരണമെന്ന് മാലതി ചോദിക്കുമ്പോൾ ശംഖുമുഖം ബീച്ചിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് വൈശാഖ് പറയുന്നു. മൈഥിലിയോട് പെട്ടെന്ന് റെഡിയാക്കുകയാണ് വൈശാഖ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ശംഖുമുഖം ബീച്ചിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വാക്സിൻ എടുത്തതിന് ശേഷം തിരികെ വരുന്ന കാർത്തിയും മീനാക്ഷിയുമാണ്. വരുന്ന വഴിക്ക് ബീച്ച് കാണുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നമുക്കൊന്ന് ഇറങ്ങിയാലോ ACP, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. അങ്ങനെ മീനാക്ഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി കാർത്തിയും ബീച്ചിലേക്ക് പോകാൻ സമ്മതം മൂളുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക 9's ക്രിയേഷൻസ്.